എങ്ങനെ ചിരിക്കാതിരിക്കും? അതിലേറെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് സങ്കടവും തോന്നുന്നുണ്ട് ഈ വാർത്തയെ കണ്ടിട്ട്. കാരണം ഇത്രയും കാലം ഈ BJPക്ക് വേണ്ടി പണിയെടുത്ത് ഇവിടുത്തെ മുസ്ലിങ്ങളെയൊക്കെ തള്ളി പറഞ്ഞ് ഞാനാണ് യഥാർത്ഥ മുസ്ലിം എന്നൊക്കെ പറഞ്ഞ് വീരവാദമൊക്കെ മുഴക്കി നടന്നിട്ടുള്ള ഒരു വേട്ടാവളിയനുണ്ടല്ലോ. പല പ്രാവശ്യം പല പാർട്ടിയിലേക്ക് ചാടി കയറി അവിടെ എല്ലാം കുഴിച്ച് കുളം തോണ്ടിപ്പോട്ടാ. നമ്മുടെ VC അല്ല, VCAP ഒന്നും അല്ല, ദേശീയ മുസ്ലിം നമ്മുടെ അബ്ദുള്ള കുട്ടിയെ ദേശീയ മുസ്ലിം സ്ഥാനത്ത് നിന്ന് ചീട്ടങ്ങ് കട്ടിയതെന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ വീട്ടിലെ മുസ്ലിമായിട്ട് പോയി ഇരുന്നോന്നാണ് BJP ഘടകങ്ങൾ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസത്തേക്ക് മുമ്പാണ് നമ്മുടെ ഈ ഓന്തള്ള കുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട്. ലക്ഷ്മിയും ദുർഗയൊക്കെ അമ്പിയ മുർസലിങ്ങളാണ്. മനസ്സിലാക്കുന്ന ഒരു സമൂഹം വരാൻ കിടക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ് ദേശീയ മുസ്ലിം എന്ന സ്ഥാനം കട്ട് ചെയ്തിപ്പം വീട്ടിലെ മുസ്ലിമായിട്ട് വീട്ടിൽ കൊണ്ട് കുത്തിയിരുത്തിയിരിക്കുന്നത്. ഇപ്പൊ കേരളത്തിൽ BJPയുടെ കാര്യം വല്ലാത്തൊരവസ്ഥയിലാണ്. ഇപ്പൊ നമ്മുടെ ദേവൻ BJP വിട്ട് പുറത്തേക്ക് പോയി. അതുപോലെ പല ആളുകളും BJPയുടെ ഭാഗമാകാൻ അവരാരും തയ്യാറല്ല. പക്ഷെ കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ ഭക്തരാണ് ഇവരെല്ലാം. കേരളത്തിലെ BJPയുടെ ഘടകങ്ങളെന്ന് ഇവർ പറയുന്നത് ഇവന്മാരൊക്കെ കൊള്ളക്കാരാണ്, ഇവന്മാരൊക്കെ വലിയ ഭീകരന്മാരാണെന്നൊക്കെയാണ് ഈ വേട്ടാവളിയന്മാരും അത് പറയുന്നത്. ഇനി വീട്ടിലെ മുസ്ലിമായിട്ടിരുന്ന് വീട്ടുകാരെയൊക്കെ നോക്കി പോകാം. ഇനി ഏതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് ഈ വേട്ടാവളിയന്മാരെയൊക്കെ ആരെങ്കിലും എടുക്കുമോ? എടുക്കത്തില്ല. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന മറ്റൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ രോമസിംഹൻ ഉണ്ടല്ലോ, നമ്മുടെ അലി അക്ബർ എന്ന് പറഞ്ഞ രോമസിംഹൻ. ഈ അലി അക്ബർ ആയിരുന്ന സമയത്ത് BJPക്കും RSSനൊക്കെ ഇയാളെ ഭയങ്കര കാര്യമായിരുന്നു. പൊക്കിക്കൊണ്ടൊക്കെ നടന്നു. അവിടെ ഇരുന്നുകൊണ്ട് ഇസ്ലാമിനെയൊക്കെ കുറ്റം പറഞ്ഞ് പിന്നെ ഈ ഹൈന്ദവ മത വിശ്വാസികളെ പറ്റിച്ച് ഊമ്പിച്ച് ഒരു 10-50 ലക്ഷം രൂപ ഒക്കെ ഉണ്ടാക്കിയിട്ട് മൊബൈലിൽ ഇവനൊരു സിനിമ ഷൂട്ട് ചെയ്തായിരുന്നു. 1921 ചരിത്രം ഉണ്ടല്ലോ, ആ ചരിത്രത്തെ വളച്ചൊടിച്ച് സംഘികൾക്ക് വേണ്ടി ദാസിപ്പണി ചെയ്തിട്ട് ഇവൻ ആ ചരിത്രത്തെ വളച്ചൊടിച്ചൊരു സിനിമ ചെയ്തു, പുയ മുതൽ പുഴ വരെ എന്നുള്ള. ആ സിനിമ സത്യം പറഞ്ഞാൽ സംഘികൾ പോലും കണ്ടില്ല എന്നുള്ളതാണ്. ഇപ്പം സംഘികൾക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് നമ്മുടെ രോമസിംഹൻ എന്ന് പറയുന്ന ഈ വേട്ടാവളി രംഗത്ത് വന്നിരിക്കുന്നത്. പറയുന്നത് എന്താണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോളുക. എന്താണ് രോമസിംഹൻ പറയുന്നതെന്ന്. RSS എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിലെ RSS എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശപ്പെട്ട സംഭവമാണെന്ന് പഠിപ്പിച്ച RSSകാരോട് മിണ്ടരുത്. RSSകാരെ കണ്ട തുപ്പണം. പിന്നെന്താ മദ്രസ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് ഞാൻ ഈ കലാകാരനായിട്ട് ക്ഷേത്രങ്ങളിലൂടെ നാടകം കളിച്ച് നടന്ന് ഹിന്ദുക്കൾ എന്താണെന്ന് മനസ്സിലാക്കിയപ്പോഴാണല്ലോ RSS ഉണ്ടെന്ന് മനസ്സിലാക്കിയത്. ഇപ്പം രാഷ്ട്രീയപരമായിട്ടൊരു മാറ്റം വന്നു, മതപരമായിട്ടൊരു മാറ്റം വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വിലക്കുകളും ഒരുപാട് എന്താ പറയുക എതിർപ്പുകളും ഒക്കെ നേരിട്ടിട്ട് ശരിക്കും പറഞ്ഞ ഒരു റിസ്കി വേ ആയിരുന്നു 1921 എന്ന് പറയുന്ന സിനിമ ഒരു ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ പൂർത്തിയാക്കാമെന്ന് പറയുന്നത്. ആ ഒരു റിസ്കി വേ സത്യം പറഞ്ഞാൽ എത്രത്തോളം ഫലപ്രദമാണ്? ഈ ഹിന്ദുക്കളിൽ നിന്ന് പൈസ കിട്ടുന്ന അവസ്ഥ അറിയാലോ. ഒന്നുമില്ല, അവരുടെ പാടില്ല, അവരുടെ ഇല്ല, ഹിന്ദുക്കളുടെ പണമില്ല. മറ്റൊന്ന്, അവർ മറ്റുള്ളവരെ ഭയപ്പെടുന്നു. ഇപ്പം എൻ്റെ കൂടെ നടന്നാൽ അവനെ സംഖ്യയായിട്ട് മുസ്ലിങ്ങൾ വിചാരിക്കുമോ? വലിയൊരു ഭയമാണത്. ഏത് ഇപ്പോൾ അലി അക്ബറിനോട് സഹകരിച്ചാൽ, രാമസിംഹനോട് സഹകരിച്ചാൽ എൻ്റെ ലൈഫിനെ ബാധിക്കുമോ എന്നുള്ളതുകൊണ്ട് എല്ലാവരും വിട്ടു നിന്നു. പരസ്യമായിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് മടിക്കുന്നു. അവർ രഹസ്യമായിട്ട് എന്നെ വിളിച്ച് പറയും വരണം എന്നുണ്ട് അലിയ, ഞാൻ ഇങ്ങനെയല്ലേ, എന്ത് ചെയ്യും, ഇതുകൊണ്ടല്ലേ കഞ്ഞി കുടിക്കുന്നത്. അത് എല്ലാവരും പേടിയാതാണ്, നടന്മാരുടെ പേടിയാണ്. എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്, എൻ്റെ കൂടെ വർക്ക് ചെയ്യാനും ഇഷ്ടമാണ്. പക്ഷേ ഈ ഒരു പ്രശ്നമുള്ളതുകൊണ്ട്, അതിന് മുന്നേ ആണെങ്കിൽ അമ്മയുടെയും ഫെഫ്കയുടെയും വിലക്കുള്ളതുകൊണ്ട് ഇപ്പൊ ആ വിലക്കൊക്കെ പോയി. ആ ഒരു വഴി വിജയകരമായിരുന്നു. ഈ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ നമ്മളൊരു സിനിമ പൂർത്തീകരിക്കാന്ന് പറയുന്നത് റിസ്ക് ആയിരുന്നു. ഒന്നാമത്തത് ആ പീരീഡും കൂടെ ആയിരിക്കണം, കൊറോണ പീരീഡിലാണ് അത് നടക്കുന്നത്. പക്ഷേ ദൈവ സഹായത്തിൽ ഞാൻ പറഞ്ഞ ഈ ആത്മാക്കളുടെ സഹായത്തിൽ അത് പൂർത്തീകരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഞാൻ സിനിമാറ്റിക് അല്ല, ഡോക്യുമെന്ററി ആണ്. അത് ഡോക്യുമെന്ററി തന്നെയാണ് ഉദ്ദേശിച്ചത്. കാരണം അങ്ങനെ കഥ പറയാൻ പറ്റുള്ളൂ. സബ്ജക്ട് എന്ന് പറയുന്നത് അതിൽ 2 കഥാപാത്രങ്ങൾ എടുത്തത് നമ്മൾ കവിതയിൽ നിന്ന് എടുത്ത 2 കഥാപാത്രങ്ങൾ, മറ്റേ ചാത്തനും സാവിത്രി. അത് കവിതയിൽ നിന്ന് എടുത്ത 2 കഥാപാത്രങ്ങൾ വെച്ചിട്ട് അത് അങ്ങനെ അല്ലാതെ അങ്ങനെ പറയാം നമുക്ക് ഒരു വീട്ടിൽ സംഭവിക്കുന്ന 21 സംഭവിക്കുന്ന ഒരു സംഭവമായിട്ട് എനിക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള കാശ് പോക്കറ്റിൽ ഇടാം. പക്ഷെ അങ്ങനെ ഒരു വിമർശനം വന്നിരുന്നല്ലോ. ഇപ്പൊ ക്രൗഡ് ഫണ്ടിങ് ആയിരുന്നു, എന്നിട്ട് അതിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് ഹാജരാക്കുന്നില്ല, ആളുകളോട് കണക്ക് പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും ഈ കോൺട്രിബ്യൂട്ട് ചെയ്ത ആൾക്കാരാണോ കണക്ക് വെച്ചത്? ചോദിച്ചൊക്കെ ജിഹാദികളാണ്. ആകെ ഇതിന്റെ കണക്ക് കൃത്യമായിട്ട് ആരെയും ഏൽപ്പിക്കേണ്ടത്? ഇത് ഞാനും ചിദാനന്ദ സ്വാമിജിയാണ് എന്നെ ഏറ്റവും. അതെ, അപ്പോൾ ചിദാനന്ദ സ്വാമിജി ആദ്യമേ എന്നോട് പറഞ്ഞ കാര്യം, ഇതൊരു ഹിന്ദുപക്ഷ സിനിമ ആവരുത്, നല്ല മുസ്ലിങ്ങളുണ്ടായിരുന്നു, അത് പറയണം, ഉള്ളതുപോലെ പറയണം. ഞാൻ ഓരോ മാസവും വരുന്ന എമൗണ്ട് അത് നേരെ തമ്പിലാക്കിയിട്ട് ആയിരത്തോട് കൊടുക്കും. ഇപ്പോഴും ഉണ്ട്, സ്വാമിജി സീൽ വെച്ചിട്ടുണ്ട്. പലരും ഇതുപോലെ സംഘപ്രസ്ഥാനമായിട്ട് ബന്ധമുള്ളവർ പോലും ഇത് ചോദിച്ചപ്പോൾ സ്വാമിജി പറഞ്ഞു കണക്ക് എൻ്റെ അടുത്ത് കിട്ടുന്നു. സാറിനെ സംബന്ധിച്ചിടത്തോളം സാറിന്റെ മനസാക്ഷിക്ക് ബോധിപ്പിക്കേണ്ട ഒരാളെ സാർ ബോധിപ്പിക്കുന്നു. അത്രേ ഉള്ളൂ. അത് അപ്പോൾ എന്നോട് സ്വാമി ചോദിച്ചു എന്തിനാ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു നാളെ ഇന്ന് ഞാൻ പറയാൻ ആൻസർ പറയാൻ ഞാനുണ്ട്, നാളെ ഞാൻ മരിച്ചു പോയാലോ, എൻ്റെ മക്കളെ വേണം, അത് ഇത്രയും കിട്ടിയിട്ടുള്ളൂ എൻ്റെ. അപ്പോൾ അത് അന്ന് ചില തീരുമാനങ്ങൾ എടുത്തുകൊണ്ടാണ് അത് പൂർത്തിയായത്. കാരണം ഞാൻ എൻ്റെ വീട്ടിലെ സൈഡിൽ ഒരു ഷെഡ് കെട്ടി ഇതിന് വേണ്ടിയിട്ട്, സെറ്റ് വീട്ടിൽ തന്നെ, അല്ലെങ്കിൽ തീർക്കില്ല. കാരണം എന്നിട്ട് പോലും അന്ന് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് വന്ന ഈ പറയുന്ന അന്ന് ഈ എന്താ ഈ കുറച്ച് ആൾക്കാരുണ്ടല്ലോ ഈ കൊറോണ
ഇൻസ്പെക്ടേഴ്സ് അവർ വന്നിട്ട് ഞങ്ങൾ 50 പേരുണ്ട്, 50 പേരുടെ 50 വെച്ച് ഷൂട്ട് ചെയ്യാം. ഇവിടെ ആണ് വിനയന്റെ പടം 300 പേരെ വെച്ച് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഈ 50 പേരുടെയും ഹെൽത്ത് സർട്ടിഫിക്കറ്റ് എന്റെ വീട്ടിൽ മുറ്റത്തുണ്ട്. ആര് വന്നു അത് നോക്കിയിട്ട് പോലും ഉപദ്രവിക്കാൻ ശ്രമിച്ചു. അവസാനം തിരിച്ച് ഞാൻ വരട്ടെ ഏതൊക്കെ രീതിയിൽ ചെയ്യാൻ പറ്റും. പോലീസ് SI വയനാട്ടിൽ ഷൂട്ട് ചെയ്തപ്പോൾ ഒരൊറ്റ ദിവസം പോലും പോലീസ് വരാത്ത ദിവസം അല്ലാതില്ല. അവിടെ പറ്റില്ല. ഇവിടെ അവസാനം ഞാൻ പ്രൈവറ്റ് ഭൂമിയിൽ ഷൂട്ട് ചെയ്തു. അപ്പോൾ ചോദിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ അവിടുത്തെ കുറിച്ചിയരുടെയും കുറുമരുടെയും ഇത് പറഞ്ഞപ്പോഴാണ് ഏറ്റവും കൂടുതൽ എന്നെ ഈ 21 തീർക്കാൻ ഹെൽപ്പ് ചെയ്തത് കുറിച്ചിയരും കുറുമരും ട്രൈബ്സും ആണ്. അതെങ്ങനെയാണ് അവർ ഹെൽപ്പ് ചെയ്തെന്ന് പറയാൻ പറ്റും? അവർക്ക് ഈ ചരിത്രം അറിയാം. അവർക്ക് ഈ ചരിത്രം അറിയാം. മാപ്പിള ചരിത്രം നന്നായിട്ട് അറിയാവുന്നവരാണ് അവിടുത്തെ കുറിച്ചിയരും കുറുമരും. അവരെൻ്റെ കൂടെ നിന്നു. ഇപ്പോൾ ഈ ബാബു ബോയ്സിനെ കുറ്റം പറയുന്നില്ല, അതറിയില്ല. ചെട്ടിമാർ അവിടുത്തെ അമ്പലവലി ഭാഗത്തുള്ള ചെട്ടിമാരുടെ എസ്റ്റേറ്റിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഷൂട്ട് ചെയ്തത്. ഇത് ഈ ഒരു പറയുന്ന ഒരു ബജറ്റിനുള്ളിൽ തീർക്കാൻ സാധിച്ചു അല്ലെങ്കിൽ കടം വന്നില്ല. പക്ഷെ ഒരു സുഹൃത്ത് സഹായിച്ചു എന്നെ. അയാൾ 25 ലക്ഷം രൂപ തന്നു. ഒരു വ്യക്തി തിരിച്ചു കൊടുക്കേണ്ടാത്ത പൈസയാണ്. തിരിച്ച് ഞാൻ കൊടുക്കാൻ ചെന്നപ്പോൾ പറഞ്ഞു വേണ്ട, അത് അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അത് കൊടുത്തിരുന്നത് ഞാൻ കടത്തിലാകുമായിരുന്നു. അദ്ദേഹം ഒരു 25 ലക്ഷം രൂപ തന്നു. പേര് പോലും വെക്കരുതെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അത് തീർന്നത്. ഒരു വ്യക്തിയുടെ പിന്നെ കുറച്ച് നമ്മുടെ ഈ എന്താ പറയുന്നത് സന്യാസി സമൂഹത്തിൽ നിന്നുള്ള കുറച്ച് ഹെൽപ്പ് ഉണ്ട്. നാളെ ഇപ്പം ക്രിയേറ്റേഴ്സ് ഇപ്പം പ്രൊഡ്യൂസേഴ്സ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഈ ഒരു വഴി ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സാർ അത് ഓക്കെ അങ്ങനെ ചെയ്തോ? നല്ലതായിരുന്നു. ഭയങ്കര സങ്കടം എനിക്ക്. അന്ന് ഉണ്ടായിരുന്നെങ്കിൽ ആ സിനിമ ഒന്നും കൂടി ഗംഭീരമാക്കാമായിരുന്നു എന്നുള്ളത്. ഇനി കുറച്ച് രാഷ്ട്രീയമായിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സാർ BJP നിന്ന് സാർ ഒരു സന്ദർഭത്തിൽ ഞാൻ ഇനി ഇല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയല്ലോ. ഈ BJP ഇല്ലെന്ന് പറഞ്ഞു അതിൽ സ്ഥാനമാനങ്ങൾക്കോ നേതൃത്വത്തിനോ കൂടെ പോകും. എന്തുകൊണ്ടാണ്? അതൊരു പഴയ നേതൃത്വമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള വിഷയമാണോ അല്ലെങ്കിൽ ആശയപരമായിട്ടുള്ള വിഷയമാണോ? വ്യക്തിപരമായിട്ടുള്ള വിഷയം. പഴയ നേതാക്കളുമായിട്ടുള്ള വ്യക്തിപരമായ വിഷയം തന്നെയാണ്. കാരണം അവർ തുറന്നു പറയാതെ ഞാൻ കൊടുവള്ളിയിൽ മത്സരിക്കുന്നു. ഞാൻ ആ കൊടുവള്ളിയിൽ മത്സരിക്കുമ്പോൾ ഞാൻ ചെന്ന ഉടനെ അവിടുത്തെ നേതാക്കന്മാർക്ക് പറഞ്ഞു ഇവിടെ ഏറി വന്ന ഒരു 6000 വോട്ട്, അതിൽ കൂടുതൽ ഒരു വോട്ടും കിട്ടില്ല, അതുകൊണ്ട് സാർ ഇവിടെ നിന്ന് വന്ന് അങ്ങ് പോയാൽ മതി. ജഡ്ജ് ചെയ്ത് ആദ്യമേ പറയുവാണ്, അതിനുവേണ്ടി വേറൊന്നും ചെയ്യുന്നില്ല. ഞാൻ പഴയ കമ്മ്യൂണിസ്റ്റാണല്ലോ, എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഞാൻ തിരിച്ചു പറഞ്ഞു ഞാനാണ് കൺവീനർ, ഒരാളെ സ്ഥാനാർത്ഥി കഴിഞ്ഞ കൺവീനറാണ്, ഞാൻ ഡിസൈഡ് ചെയ്യും നിങ്ങൾ വർക്ക് ചെയ്യണം. അങ്ങനെ ഞാനും അവിടുത്തെ കുട്ടികളെയും കൂട്ടി വർക്ക് ചെയ്തു. 11,585 വോട്ട് കിട്ടി. 11,000 വെറും 6,000 ഡബിളായിട്ട്. അതോടുകൂടി പിന്നെ ഞാൻ അതെന്തുകൊണ്ടാണ് ആ പാർട്ടിക്ക് വിജയിക്കണം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലെന്ന് പലരും പറയാറുണ്ട്. സത്യമാണ്. ഇപ്പം ഞാൻ ഇപ്പം ഈ ഇലക്ഷനിൽ ഇപ്പം അവരോട് പറഞ്ഞാൽ സമ്മതിക്കില്ല. എൻ്റെ വാർഡിൽ ഒരു പ്രവർത്തനം നടന്നില്ല, വാർഡ് കമ്മിറ്റി ഉണ്ടായിരുന്നില്ല. ഞാൻ BJP-കാരനാണ് ഇപ്പോഴും. ഇത് ഒരു ബേസിക് തലത്തിൽ ഒരു പാവം മുസ്സംഗി സംഖ്യയുടെ രോധനമാണ് നിങ്ങളിപ്പോൾ കേട്ടത് കേട്ടോ. ഇതുപോലെ എത്ര എണ്ണം ഇപ്പൊ നമ്മുടെ ഓന്തത്തുള്ളാക്കുട്ടിയെ ചവിട്ടി പുറത്താക്കി. അതുപോലെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളെയൊക്കെ ഈ തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോഴത്തേക്ക് കുറേ എണ്ണത്തിന് കേരളത്തിലെ BJP-യുടെ ഘടകങ്ങളെല്ലാം അവരെ കൂട്ടിക്കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്ക് 5 പൈസയുടെ ഗുണം ലെവറ്റുകളെ കൊണ്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളത് BJP-ക്കാർക്ക് ക്രിസ്ത്യാനിയോ മുസ്ലിങ്ങളെയോ ആയിട്ടുള്ള ചില വേട്ടാവളിയന്മാർ അല്ലെങ്കിൽ ഈ സംഘപരിവാറിന്റെ പണം ആഗ്രഹിച്ചു പോകുന്ന ചില വേട്ടാവളിയന്മാർ ഈ പ്രസ്ഥാനത്തിലേക്ക് വരികയും അവർക്ക് എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ കൊടുക്കുകയും അതിലൂടെ ഇവിടുത്തെ മുസ്ലിമിൻ്റെ ക്രൈസ്തവൻ്റെ ഒക്കെ വോട്ട് മേടിക്കാമെന്ന് വിചാരിച്ചവർ ഇപ്പോൾ രോമസിംഹൻ പറഞ്ഞതുപോലെ അവരൊക്കെ പമ്പര വിഡ്ഢികളാണ്, അവരൊക്കെ മണ്ടന്മാരാണെന്ന് പറഞ്ഞത് 100% സത്യം. ഇതൊക്കെ തന്നെയല്ലേ നമ്മൾ കുറേ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഓന്താണെങ്കിലും കൊള്ളാം, രോമസിംഹനാണെങ്കിലും കൊള്ളാം, അല്ലെങ്കിൽ നമ്മുടെ PC അപ്പി ആണെങ്കിലും കൊള്ളാം. ഇവരെല്ലാം BJP-യോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, നിലനിൽപ്പ് നോക്കി അവൻ്റെയൊക്കെ കുടുംബത്തെ നിലനിർത്താൻ വേണ്ടി അവിടെ പോയി കയറിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ കാശ് ഊരാമെന്നുള്ള ഒരു ഉദ്ദേശം, സംഖ്യകളെ പറ്റിച്ച് ജീവിക്കുക എന്നുള്ളത് ഇവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇവരെല്ലാം ഈ BJP-യുടെ ഭാഗമായിട്ട് ഇത്രയും കാലം നിന്നത്. പക്ഷേ ഇതിനകത്തൊന്നും ഒരു പുല്ലും നടക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിനെയൊക്കെ തള്ളി പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകുന്ന ഈ കാഴ്ച കാണുമ്പോഴത്തേക്ക് സത്യം കേരളത്തിലെ ജനങ്ങൾ പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. അതിലേറെ സങ്കടവും തോന്നുന്നുണ്ട്. കാരണം ഇത്രയും കാലം BJP-ക്ക് വേണ്ടി നിന്ന് ഇവിടുത്തെ മുസ്ലിങ്ങളെയും ഇവിടുത്തെ ക്രൈസ്തവനെയൊക്കെ തള്ളിപ്പറഞ്ഞ് ചരിത്രത്തെ വളച്ചൊടിച്ച് അത് സിനിമയാക്കിയിട്ട് പോലും കേരളത്തിലെ നല്ലവരായിട്ടുള്ള പ്രത്യേകിച്ച് ഭൂരിപക്ഷ സമുദായത്തിൽപ്പെടുന്ന ഈ രാജ്യത്തെ ഹൈന്ദവ സഹോദരങ്ങളെ കുറിച്ച് ഓർക്കുമ്പോഴല്ലോ ബിഗ് സല്യൂട്ട് കൊടുക്കാന്ന്. ഇതിനെ തുരങ്കം വെക്കാൻ വേണ്ടി വരുന്ന ത്വരപ്പന്മാരെ ഒന്നും കേരളത്തിലെ പൊതുസമൂഹം അംഗീകരിക്കത്തില്ല. രാമസിംഹൻ പറഞ്ഞതിനുള്ള മറുപടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ കൊടുക്കുമല്ലോ അല്ലേ? അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. അതൊരിക്കൽ എല്ലാവർക്കും